സന്നിധാനത്ത് ടെൻഡർ ഉപാധികൾ ലംഘിക്കുന്ന കരാറുകാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി. എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഇത് സംബന്ധിച്ച് കോടതി നിർദ്ദേശം നൽകി. ക്രമക്കേട് കണ്ടെത്തിയ കടകൾക്ക് പിഴ ചുമത്തിയെന്ന് ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. അതിൽ ഈ ടെൻഡർ ഉപാധികൾ ലംഘിക്കുന്ന കരാറുകാർ, അതായത് അത്തരം ക്രമക്കേടുകളൊക്കെയും പലവിധം കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ആ വിഷയത്തിൽ എന്താണ് കോടതി എടുത്ത നിലപാട്? വ്യാപകമായിട്ട് ഈ ടെൻഡർ ഉപാധികൾ ലംഘിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കരാറുകാരുടെ ഭാഗത്തുനിന്ന് അത്തരമുള്ള നടപടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുത്തക ഹോൾഡർമാരായിട്ടുള്ള ഇവർ ഈ ടെൻഡർ ഉപാധികൾ ലംഘിച്ചുകൊണ്ട് അമിതമായിട്ട് വില ഈടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ചില നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസർ കർശന നടപടി എടുക്കണമെന്നാണ് ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നിലവിൽ ക്രമക്കേട് കണ്ടെത്തി, അതായത് അമിത വില ഈടാക്കുകയും കാലാവധി കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ വിറ്റ വകയിലടക്കം എല്ലാ കടകൾക്കും കൂടി ഏകദേശം 1,37,000 രൂപ പിഴ ചുമത്തിയെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്തായാലും കുത്തക ഹോൾഡർമാരായിട്ടുള്ള ടെൻഡർ ഉപാധികൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനായിട്ട് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഹൈക്കോടതി നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുമുണ്ടായ ഈ 18-ാം പടിയിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഫോട്ടോ എടുത്ത സംഭവത്തിൽ നിലവിൽ ശബരിമലയിലെ പോലീസ് ചീഫ് കോർഡിനേറ്ററായ ADGP റിപ്പോർട്ട് നാളെ സമർപ്പിക്കുമെന്നാണ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ എക്സിക്യൂട്ടീവ് ഓഫീസറോടും ചീഫ് പോലീസ് കോർഡിനേറ്ററോടും ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും നാളെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് രേഖാമൂലം തന്നെ ഫയൽ ചെയ്യുമെന്ന് സർക്കാർ അഭിഭാഷകൻ മുഖേനയാണ് ADGP വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇന്ന് തിരക്ക് നിയന്ത്രണ വിധേയമാണെന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പോലീസിന്റെ പങ്ക് നിർണായകമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ള വാക്കാലുള്ള പരാമർശവും നടത്തിയിരിക്കുന്നത്. എന്തായാലും പമ്പ, സന്നിധാനം, ഒപ്പം തന്നെ നിലയ്ക്കൽ ഇവിടങ്ങളിലൊക്കെ തിരക്ക് നിയന്ത്രണ വിധേയമാണെന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയത്. എന്തായാലും നിലവിൽ പ്രധാനമായിട്ടും ഇന്ന് ഉള്ള ഒരു പ്രധാന നിർദ്ദേശം എന്ന് പറയുന്നത് ഈ കുത്തക ഹോൾഡർമാര്, ടെൻഡർ ഉപാധികൾ ലംഘിക്കുന്ന കരാറുകാർ, ശബരിമലയിലെ പമ്പ, നിലയ്ക്കൽ, സന്നിധാനം എന്നിവിടങ്ങളിലെ കരാറുകാർക്കെതിരെ നടപടി സ്വീകരിക്കാനായിട്ട് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ശരി രേഷ്മ.